ലിവർപൂളിൽ 2 days ആണ് സ്പെൻഡ് ചെയ്തത്. നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Come on guys, let's go. അപ്പോൾ ഗായ്സ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ബ്രിട്ടാനിയ അഡൽഫി ഹോട്ടൽ എന്നാണ് പേര്. നമ്മൾ UK വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലൊക്കെ ഈ ബ്രിട്ടാനിയൻ്റെ അവിടുത്തെ ബ്രാഞ്ചിലത്തെ ഹോട്ടലിലാണ്. ഇപ്രാവശ്യവും നമ്മൾ ലിവർപൂളിൽ ബ്രിട്ടാനിയൻ്റെ ലിവർപൂളിലത്തെ ബ്രാഞ്ചിലത്തെ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടൽ നല്ല വലുതായിരുന്നു ഗായ്സ്, നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഞാനിപ്പോൾ ഞങ്ങളുടെ റൂം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന്. പപ്പയും അമ്മയോടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ഒരു 6 o'clock 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കിനും വേഗം തീർന്നു, അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ റൂം. നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര വലുതാണ് ആ റൂമെന്ന്. ഇതായിരുന്നു ഗായ്സ് നമ്മൾ UK സ്റ്റേ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂം. ലൈക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ റൂം കണ്ടപ്പോൾ. കാരണം നമ്മൾ യൂട്യൂബിൽ ഹോട്ടലിൻ്റെ പേര് അടിച്ചു കൊടുത്ത സമയത്ത് എന്താ പറയുക, ഇങ്ങനെ ഒരു കട്ടിലും പിന്നെ ഇങ്ങനെ വേഴ്സ്റ്റ് റേറ്റഡ് എന്നൊക്കെയാണ് കാണിച്ചത്. പിന്നെ ഉള്ളിൽ കയറി ഈ റൂം കണ്ടപ്പോൾ എൻ്റെ എന്ത് ചെയ്യാതെ എക്സ്പ്രഷൻ എന്തുവാ, ഇങ്ങനെ ഞങ്ങളിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുമായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു വലുതാണെന്ന്. നമുക്കിവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു, അത് രണ്ടും നല്ല വലുതായിരുന്നു. പിന്നെ വേറെ ഒരു സെപ്പറേറ്റ് സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടായിരുന്നു, ഒരു പിങ്ക് കളറിൽ. പിന്നെ നമുക്കൊരു ബാത്റൂമും ഉണ്ട്. ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു ഗൈസ്. നമുക്കിവിടെ 2 വാഷ് ബേസിൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്തിങ് ഏരിയ ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞ് നമ്മുടെ റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ് നമ്മൾ റൂം ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ഡിന്നർ കഴിക്കുന്നത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിന്നറിന് വേണ്ടി. നമ്മളപ്പം നേരത്തെ തന്നെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി, നമുക്ക് വെളിയിലും കൂടി പോകണം എന്നുള്ളതുകൊണ്ട്. ഒരു ബുഫേ ഡിന്നർ ആയിരുന്നു ഗൈസ്. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ കേക്ക്സ് ആയിരുന്നു ഗൈസ്. ലെമണിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു. എനിക്ക് ചോക്ലേറ്റ് ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടമായത്, പക്ഷെ ദിയാർക്ക് ലെമണാണ് കൂടുതൽ ഇഷ്ടമായത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു രണ്ടും. നമ്മുടെ ഫുഡ് നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങിട്ടോ നമ്മൾ ചുറ്റുമൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ടൈം അത്ര വൈകിട്ടുണ്ടായിരുന്നില്ല, ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അത്ര ഇരുട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് സ്റ്റാച്യൂസൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്തു ഗൈസ്. നല്ല ഒരു വൈബായിരുന്നു അവിടെ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വൈബായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു വാക്കിനൊക്കെ പോയി. അപ്പോൾ ഗായ്സ് ഇതാണ് മ്യൂസിയം. ഞങ്ങൾ ആക്ച്വലി ഗൂഗിളിൽ ഇങ്ങനെ ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കിയപ്പം കുറേ മ്യൂസിയം ഇങ്ങനെ കാണിച്ചിരുന്നു. അടുത്തായിട്ട് കുറേ മ്യൂസിയം ഉണ്ട് ഗായ്സ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അതൊക്കെ അടച്ചിട്ടിരിക്കുമായിരുന്നു, ആൾക്കാരും ഉണ്ടായിരുന്നില്ല അവിടെ ഒന്നും. സോ വിത്തോട്ട് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ചു. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അത്ര തണുപ്പും ഉണ്ടായിരുന്നില്ല, അത്ര ചൂടും ഉണ്ടായിരുന്നില്ല, ഒരു ന്യൂട്രൽ വെതർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസവും ഉണ്ടായിരുന്നു ഗൈസ് വെളിയിൽ നടക്കാനായിട്ട്. സോ ഗായ്സ് ഇസ് ഡേ 2 ഇൻ ലിവർപൂൾ. ഇന്നലെ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് തിരിച്ച് ഹോട്ടലിലെത്തിയ സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ റീൽസ് എടുക്കും ഗായ്സ്, ഒരു മെമ്മറിക്കായിട്ട്. നമ്മളിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ സെയിം ആയിരുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചു വേഗം ഇറങ്ങി. കാരണം നമുക്ക് കുറേ സ്ഥലം
കവർ ചെയ്യാനുണ്ടെന്ന്. അപ്പൊ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായിട്ട് വീട്ടിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബീറ്റിൽ സ്റ്റാച്യൂലോട്ടോ. അവിടെ തന്നെ ഒരു ബീച്ച് ഉണ്ട്, നമുക്ക് അതും കൂടി എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹെഡിങ് ഓഫ് ടു ബീറ്റിൽ സ്റ്റാച്യൂ. സോ ഗൈസ് നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് ക്യാബ് ഒന്നും ബുക്ക് ചെയ്യേണ്ടി വന്നില്ല, കാരണം നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് പോയത്. പിന്നെ ഗൈസ് ഞങ്ങൾ ആ ഒരു സാധനം കണ്ടത് ജെല്ലി ഫിഷ് ആണെന്ന് തോന്നുന്നു. ഞാനും തീരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അവിടുത്തെ ജെയിൻ വീലിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടത്തേയും കയറാമെന്ന്. ഇവിടുത്തെ അത്യാവശ്യം വലുതായിരുന്നു ഗൈസ്. അപ്പോൾ അതേ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കയറാനായിട്ട്. ആസ് യൂഷ്വൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് കയറുന്ന ജെയിൻ വീലിലെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഫെറിസ് വീലിലൊക്കെ കയറി നമ്മൾ അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറി, കാരണം നമ്മൾ എവിടെയെങ്കിലും ഔട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് മേടിക്കാറുണ്ട്. പിന്നെ ലിവർപൂൾ എന്ന് പറയുമ്പോൾ ബീറ്റിൽസ് ആണല്ലോ മെയിൻ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ മെമ്മറിക്കായിട്ടുള്ള ഒരു സാധനങ്ങൾ മേടിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിക്കുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ചോപ്സ്റ്റിക്സിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. എനിക്കും ദിയാർക്കും ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ന്യൂഡിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്പൈസി ഫുഡ്സും ഇഷ്ടമാണ്. അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഗൈസ്. ചിക്കൻ്റെ തന്നെ സ്പൈസി ചിക്കൻ, സ്പൈസി ന്യൂഡിൽസ് ഒക്കെ. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റിൽസ് ഒക്കെ കണ്ടു. പിന്നെ ഇതും കണ്ടു. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ മൗണ്ടെയിൻ എന്നാണ് ഗായ്സ്. പിന്നെ നമ്മൾ ഈ ബീച്ചും കണ്ടു ഗായ്സ്. നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല, കാരണം അവിടെ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ചെന്നില്ല. പിന്നെ നമ്മൾ ബീറ്റിൽസിൻ്റെ സ്റ്റാച്ചുവും കണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷോർട്സ് എടുക്കുന്ന പോലെ നേരെയായിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് റൂമിലോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല ടയേർഡാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നത് റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു 6 o'clock 7 o'clock ആകുമ്പോൾ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ ആ ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വെളിയിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഡിന്നറിന് കാണാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അത് ഗൈസ് ഡിന്നർ 6 o'clock to 8 o'clock ആണ്. ഇപ്പം സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇപ്പം തന്നെ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് പിന്നീട് നമ്മൾ വെളിയിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇനി പോവാം. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ആ സമയം നല്ല തണുപ്പായിരുന്നു. നമ്മൾ ലഗേജ് തൊട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കത്തീഡ്രലും പിന്നെ കുറച്ച് മ്യൂസിയത്തിലോട്ട് പോകണമെന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കത്തീഡ്രലിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ചൈന ടൗൺ. ആ കാണുന്നാട്ടോ ചൈന ടൗൺ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കത്തീഡ്രലിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ചൈന ടൗണിലോട്ട് പോകാം. അപ്പോൾ ആ കാണുന്നാട്ടോ ഇവിടുത്തെ ചെറിയ ചൈന ടൗൺ. പിന്നെ ഗൈസ് ചൈന ടൗണിൽ വലുതായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ്സ് ഒക്കെ ആയിരുന്നു. നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓൾറെഡി കഴിച്ചതാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് UK വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽസിന്റെ ഫ്രണ്ടിലാണ്. ഇത് വേൾഡിൽ തന്നെ 7th ബിഗ്ഗസ്റ്റ് ചർച്ചാണിത്. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ചർച്ചിലോട്ട് പോകാം. പക്ഷേ ഗായ്സ് നമുക്ക് കത്തീഡ്രൽ കാണാൻ പറ്റിയെങ്കിലും നമുക്ക് പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. കാരണം വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5:30 വരെ ഉണ്ടായിരുന്നുള്ളൂ ടൈം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വഴി കണ്ടു. ആ വഴി ചുമ്മാ നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഗായ്സ് നമ്മൾ ഇവിടേക്കൊന്ന് നടന്ന് കത്തീഡ്രലിൽ വെളിയിൽ തന്നെ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു വന്നത്. Today is the last day in Liverpool. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. അതിനുശേഷം നമുക്ക് 11 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 10 o'clock ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വെച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഷോപ്പിംഗ് ചെയ്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം.
സോ നമ്മളിതേ നമ്മുടെ ലിവർപൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് മാഞ്ചസ്റ്ററിലോട്ട്. നമുക്ക് 11 o'clockനാണ് കേട്ടോ ട്രെയിൻ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഫോണിൽ. അതുകൊണ്ട് നമുക്ക് അത്ര ബോറടിച്ചില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ മാഞ്ചസ്റ്ററിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ട്രാവൽ വ്ലോഗായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ഗായ്സ്. ബൈ.